എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഐഡൻറ്റിറ്റീസ് സർവ്വസമവാക്യങ്ങൾ എന്ന പാഠത്തിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് പേജ് 89-ലെ രണ്ടാമത്തെ പ്രവർത്തനമാണ്. ലുക്ക് അറ്റ് ദിസ് പാറ്റേൺ. 1/2 whole square plus 1/2 whole square equal to 2 1/2. 2 equal to 2 into 1 square. പിന്നെ രണ്ടാമത്തെ ലൈനോ 1/2 whole square plus 2 1/2 whole square equal to 8 1/2. 8 equal to 2 into 2 square. മൂന്നാമത്തെ ലൈനോ 2 1/2 whole square plus 3 1/2 whole square equal to 18 1/2. 18 equal to 2 into 3 square. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രിൻസിപ്പിൾ യൂസിങ് ഓൾജിബ്ര. ഈ കണക്കുകൾ നോക്കുക. ഇവയിലെ പൊതുതത്വം ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പാറ്റേൺ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രിൻസിപ്പിൾ യൂസിങ് ഓൾജിബ്ര. ഇവയിലെ പൊതുതത്വം ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ പാറ്റേണിലെ ഫസ്റ്റ് ലൈൻ ഒന്ന് നോക്കിക്കേ. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? 1 1/2. ഇതിനെ നമുക്ക് 1 + 1/2 എന്ന് എഴുതാമല്ലോ. അപ്പം 1 1/2 whole square എന്ന് പറഞ്ഞാൽ 1 + 1/2 whole square ആണ്. പിന്നെ ഈ 1/2നെ നമുക്ക് 1 - 1/2 എന്നെഴുതാം. 1 - 1/2 എത്രയാണ്? 1/2 ആണ്. അപ്പം 1/2 whole square 1 - 1/2 whole square ആണ്. പിന്നെ ഈ പ്ലസ് 1 - 1/2 1/2 ആണോ? സംശയമുള്ളവർക്ക് വേണ്ടി ഞാനതൊന്ന് ചെയ്ത് കാണിച്ചു തരാം. 1/2 + 1/2 എത്രയാണ്? ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ തുല്യമാണ്, 2 ആണ്. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും സം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിനോമിനേറ്റർ തുല്യമായതുകൊണ്ട് ഉത്തരത്തിൻ്റെയും ഡിനോമിനേറ്റർ 2 തന്നെ. ഇതിൻ്റെ സം കണ്ടുപിടിക്കാൻ ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. 1 + 1 2. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സംഖ്യയാണെങ്കിൽ അത് 1ന് തുല്യമാണ്. അപ്പോൾ 1/2 + 1/2 ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിൽ നിന്ന് ഈ 1/2 ഈക്വൽ ടു സമത്തിൻ്റെ വലതുവശത്ത് 1 ഉണ്ട്. ഈ പ്ലസ് 1/2നെ ഞാൻ സമത്തിൻ്റെ വലതുവശത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പം +1/2 - 1/2 ആകും. അപ്പം നമുക്ക് 1/2 ഈക്വൽ ടു 1 - 1/2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈ പാറ്റേണിൻ്റെ ഫസ്റ്റ് ലൈനിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 - 1/2 whole square plus 1 + 1/2 whole square. അപ്പം 1 - 1/2 whole square plus 1 + 1/2 whole square എന്താണ്? 2 1/2 ആണ്. ഈ 2 എന്തിന് തുല്യമാണ്? 2 into ഈ 1 അതിൻ്റെ സ്ക്വയറിന് തുല്യമാണ്. ഇനി ഈ പാറ്റേണിൻ്റെ രണ്ടാമത്തെ ലൈൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 2 1/2നെ 2 + 1/2 എന്ന് എഴുതാം. അപ്പോൾ 2 1/2 whole square 2 + 1/2 whole square എന്നെഴുതാം. പിന്നെ 1 1/2നെയോ 2 - 1/2 എന്നെഴുതാം. അപ്പം 1 1/2 whole square equal to
2 മൈനസ് 1/2 ഹോൾ സ്ക്വയർ, പിന്നെ ഈ പ്ലസ് 2 മൈനസ് 1/2 1/2 ആണോ? സംശയമുള്ളവർക്ക് വേണ്ടി ഞാൻ അതൊന്ന് ചെയ്ത് കാണിച്ചു തരാം. 1/2 പ്ലസ് 1/2 എത്രയാണ്? ഈ 1/2നെ നമുക്ക് 1 പ്ലസ് 1/2 എന്ന് എഴുതാമല്ലോ. പിന്നെ പ്ലസ് 1/2 ഈക്വൽ ടു 1 പ്ലസ് 1/2 പ്ലസ് 1/2 എത്രയാണ്? നമ്മൾ തൊട്ട് മുമ്പേ കണ്ടു. ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ തുല്യമാണ്. അപ്പോൾ ഇതിൻ്റെ സം കണ്ടുപിടിക്കുമ്പോൾ ഡിനോമിനേറ്റർ 2 തന്നെ, ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടിയാൽ മതി. 1 + 1 2 ഈക്വൽ ടു 1 പ്ലസ് ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സംഖ്യയാണെങ്കിൽ അത് 1ന് തുല്യമാണ്. അപ്പോൾ ഈ 2/2 പകരം നമുക്ക് 1 എന്നെഴുതാം. 1 + 1 എത്രയാണ്? 2. അപ്പോൾ 1/2 പ്ലസ് 1/2 ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ 1/2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഈക്വൽ ടു, ഈ സമത്തിൻ്റെ വലതുവശത്ത് 2 ഉണ്ട്. ഈ പ്ലസ് 1/2നെ ഞാൻ സമത്തിൻ്റെ വലതുവശത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ -1/2 ആകും. അപ്പോൾ 1/2 ഈക്വൽ ടു 2 - 1/2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 2 - 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 2 + 1/2 ഹോൾ സ്ക്വയർ എത്രയാണ്? 8 1/2 ആണ്. ഈ 8 എന്തിന് തുല്യമാണ്? 2 × 2 സ്ക്വയർ. 2 സ്ക്വയർ എത്രയാണ്? 2 × 2. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 ആണ്. 2 × 2 4, 4 × 2 8. ഇതേപോലെ തന്നെ നമുക്ക് ഈ പാറ്റേണിൻ്റെ മൂന്നാമത്തെ ലൈനും എഴുതാം. എങ്ങനെ? 3/1/2നെ നമുക്ക് 3 + 1/2 എന്നെഴുതാം. അപ്പം 3/1/2 ഹോൾ സ്ക്വയർ, അതിനെ 3 + 1/2 ഹോൾ സ്ക്വയർ എന്നെഴുതാം. പിന്നെ 2/1/2നെ അപ്പോൾ എങ്ങനെ എഴുതാം? 3 - 1/2. അപ്പോൾ 2/1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 - 1/2 ഹോൾ സ്ക്വയർ എന്നെഴുതാം. പ്ലസ് 3 - 1/2 2/1/2 ആണോ? സംശയമുണ്ടോ? 2/1/2 + 1/2 എന്ത് വരും? 2/1/2നെ നമുക്ക് 2 + 1/2 എന്നെഴുതാം. പ്ലസ് 1/2 ഈക്വൽ ടു 2 + 1/2 + 1/2 എത്രയാണ്? ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ തുല്യമാണ്. അപ്പോൾ സം കണ്ടുപിടിക്കുമ്പോൾ ഉത്തരത്തിൻ്റെ ഡിനോമിനേറ്ററും എന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. ന്യൂമറേറ്ററോ? ഈ രണ്ട് ന്യൂമറേറ്ററും കൂടെ കൂട്ടണം. 1 + 1 2. അപ്പോൾ ഈക്വൽ ടു 2 + 2/2 ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 2 + 1 3. അപ്പോൾ 2/1/2 + 1/2 ഈക്വൽ ടു 3 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ 2/1/2 ഈക്വൽ ടു, സമത്തിൻ്റെ വലതുവശത്ത് 3 ഉണ്ട്. ഈ പ്ലസ് 1/2 സമത്തിൻ്റെ വലതുവശത്തേക്ക് വരുമ്പോൾ -1/2 ആകും. അപ്പം 2/1/2നെ നമുക്ക് 3 - 1/2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 3 - 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 3 + 1/2 ഹോൾ സ്ക്വയർ എന്താണ്? 18 1/2 ആണ്. ഈ 18 എന്തിന് തുല്യമാണ്? 2 × 3 സ്ക്വയർ. 3 സ്ക്വയർ എത്രയാണ്? 3 × 3 9, 9 × 2 18. എങ്കിൽ ഈ പാറ്റേണിലെ
അടുത്ത ലൈൻ എന്തായിരിക്കും? ഈ പാറ്റേണിലെ ഫസ്റ്റ് ലൈൻ നോക്കിക്കേ, 1 + 1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ 1 - 1/2 ഹോൾ സ്ക്വയർ ആണ്. രണ്ടാമത്തെ ലൈനോ 2 + 1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ 2 - 1/2 ഹോൾ സ്ക്വയർ ആണ്. മൂന്നാമത്തെ ലൈനോ 3 + 1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ 3 - 1/2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നാലാമത്തെ ലൈൻ എങ്ങനെ വരും? 4 + 1/2 ഹോൾ സ്ക്വയർ. ഇവിടെയോ 4 - 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 - 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 4 + 1/2 ഹോൾ സ്ക്വയർ എന്തായിരിക്കും? ഇവിടെ എല്ലാം ഒരു 1/2 ഉണ്ട് അല്ലേ? അപ്പം 1/2 ഉണ്ട്. ഇവിടെ വരുന്ന സംഖ്യ എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വിദ്യയുണ്ട്. എന്താണ്? 2 × 4 സ്ക്വയർ. 4 സ്ക്വയർ എത്രയാ? 4 × 4 16. 16 × 2 32. അപ്പോൾ 32 1/2 ആണ്. 4 - 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 4 + 1/2 ഹോൾ സ്ക്വയർ. നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവയിലെ പൊതുവായ രീതി ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രിൻസിപ്പിൾ യൂസിങ് ഓൾജിബ്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബീജഗണിതം ഉപയോഗിച്ച് ഇവയിലെ പൊതുവായ തത്വം നമ്മൾ എങ്ങനെ വിശദീകരിക്കും? ഫസ്റ്റ് ലൈൻ ഒന്ന് നോക്കിക്കേ. ഇവിടെ 1 - 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 1 + 1/2 ഹോൾ സ്ക്വയർ ആണ്. രണ്ടാമത്തെ ലൈനോ 2 - 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 2 + 1/2 ഹോൾ സ്ക്വയർ ആണ്. മൂന്നാമത്തെ ലൈനിലോ 3 - 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 3 + 1/2 ഹോൾ സ്ക്വയർ ആണ്. നാലാമത്തെ ലൈനിലോ 4 - 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 4 + 1/2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ യൂസിങ് ഓൾജിബ്ര ഈ 1 2 3 4 അതിന് പകരം എക്സ് എന്ന് എഴുതുന്നു. എക്സ് മൈനസ് ഇവിടെ എല്ലാം 1/2 അല്ലേ? 1/2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ 1 - 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 1 + 1/2 ഹോൾ സ്ക്വയർ ആണ്. 2 - 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 2 + 1/2 ഹോൾ സ്ക്വയർ ആണ്. 3 - 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 3 + 1/2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് എന്തായിരിക്കും? എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ ആയിരിക്കും. ഈക്വൽ ടു എന്ത് വരും? എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ എന്താണെന്ന് കണ്ടുപിടിക്കാം. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ എന്തായിരിക്കും? എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് തന്നെ, വൈയുടെ സ്ഥാനത്ത് 1/2. അപ്പോൾ എക്സ് സ്ക്വയർ ഇവിടെയും എക്സ് സ്ക്വയർ തന്നെ മൈനസ് 2xy എന്ന് പറഞ്ഞാൽ 2 × x × y. ഇവിടെ 2 × x × 1/2 2 × x × 1/2 പ്ലസ് വൈ സ്ക്വയർ ഇവിടെ 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഈ രണ്ടും വെട്ടിപ്പോകും. പിന്നെ ബാക്കി എന്താണുള്ളത്? എക്സ് × 1. എക്സ് × 1 എന്താണ്? എക്സ്. ഏതൊരു സംഖ്യയെ ഒന്നുകൊണ്ട് ഗുണിച്ചാലും അതേ സംഖ്യ തന്നെയായിരിക്കും. പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്തായിരിക്കും?
1 സ്ക്വയർ ബൈ 2 സ്ക്വയർ. 1 സ്ക്വയർ എന്താണ്? 1 ഇൻറ്റു 1 ബൈ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2. 1 ഇൻറ്റു 1 1 ബൈ 2 ഇൻറ്റു 2 4. അപ്പം 1/2 ഹോൾ സ്ക്വയർ 1/4 ആണ്. അപ്പം നമുക്ക് എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1/4 എന്ന് കിട്ടി. ഇനി എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്താണെന്ന് നോക്കാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്തായിരിക്കും? ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് തന്നെ, വൈയുടെ സ്ഥാനത്ത് 1/2. അപ്പോൾ എക്സ് സ്ക്വയർ, ഇവിടെയും എക്സ് സ്ക്വയർ പ്ലസ് 2xy എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. ഇവിടെ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/2, 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/2 പ്ലസ് വൈ സ്ക്വയർ, ഇവിടെ 1/2 ഹോൾ സ്ക്വയർ. ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഈ രണ്ടും വെട്ടിപ്പോവും, എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ 1/4 ആണെന്ന് നമുക്ക് നേരത്തെ കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4 ആണ്. അപ്പോൾ എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്ത് വരും? എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1/4, എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1/4 പ്ലസ് ഈ പ്ലസ് എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4 ഈക്വൽ ടു ഇവിടെ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് വരും? വെറും എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു എക്സ് സ്ക്വയർ എന്നാണ് അർത്ഥം. ഒന്നും കൂട്ടിയാൽ 2, ഒരു എക്സ് സ്ക്വയറും കൂട്ടിയാൽ 2 എക്സ് സ്ക്വയർ. പിന്നെ ഇവിടെ മൈനസ് എക്സും പ്ലസ് എക്സുമാണ് ഉള്ളത് അല്ലേ? ഇവിടെ വ്യത്യസ്ത ചിഹ്നങ്ങളാണ്, ഒന്ന് മൈനസും പ്ലസും. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോവും, ക്യാൻസലായിപ്പോവും. പിന്നെയുള്ളത് എന്താണ്? പ്ലസ് 1/4ഉം പ്ലസ് 1/4ഉം പ്ലസ് 1/4 പ്ലസ് 1/4 ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1/4 പ്ലസ് 1/4 എത്രയാണ്? ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ തുല്യമാണ്, 4 ആണ്. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും സം കണ്ടുപിടിക്കുമ്പോൾ ഉത്തരത്തിൻ്റെയും ഡിനോമിനേറ്റർ എന്തായിരിക്കും? 4 തന്നെയായിരിക്കും. ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഇവിടെ 1 + 1 2. ഈ 2/4 എന്ന ഫ്രാക്ഷൻ്റെ ലഘുരൂപം എന്താണ്? ഈ 2/4 എന്ന ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് 2 വെച്ച് ഹരിച്ച് ചെറുതാക്കാം. ഒരു ഫ്രാക്ഷൻ ചെറുതാക്കുമ്പോൾ ലഘുരൂപം കണ്ടുപിടിക്കുമ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ടേ ഹരിക്കാൻ പാടുള്ളൂ. ഇവിടെ 2നെയും 4നെയും നമുക്ക് 2 വെച്ച് ഹരിക്കാം. 2നെ 2 വെച്ച് ഹരിച്ചാൽ എത്രയാ? 1 2 2 ആണ്. അപ്പോൾ 1 ബൈ 4നെ 2 വെച്ച് ഹരിച്ചാലോ? 2 2 4, അപ്പോൾ 2. അപ്പോൾ 2/4 എന്ന ഫ്രാക്ഷൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ് 1/2. അപ്പോൾ എക്സ് മൈനസ്
1/2 whole square plus x plus 1/2 whole square equal to 2x square plus 2/4 എന്ന ഫ്രാക്ഷൻ്റെ സിംപ്ലസ്റ്റ് ഫോം 1/2. അപ്പോൾ എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ നമുക്ക് 2x സ്ക്വയർ പ്ലസ് 1/2 എന്ന് കിട്ടി. അപ്പോൾ എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1/2. ഈ 2x സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2x സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലേ, അതായത് ഈ എക്സിൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ പാറ്റേണിൻ്റെ പൊതുവായ രീതി നമ്മൾ ബീജഗണിതം ഉപയോഗിച്ചും വിശദീകരിച്ചു കഴിഞ്ഞു. ഇവിടെ എക്സിന് 1 എന്ന വില കൊടുത്താൽ ഈ പാറ്റേണിൻ്റെ ഫസ്റ്റ് ലൈൻ കിട്ടും. എക്സിന് 2 എന്ന വില കൊടുത്താൽ ഈ പാറ്റേണിൻ്റെ സെക്കൻഡ് ലൈൻ കിട്ടും. എക്സിന് 3 എന്ന വില കൊടുത്താൽ ഈ പാറ്റേണിൻ്റെ തേർഡ് ലൈൻ കിട്ടും. ഇങ്ങനെ തുടർന്നു പോകും.